പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ മഹത്വം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടൊരുമിച്ച് ഈ ദേശത്തിൽ, ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നൽകി തന്ന വിലപ്പെട്ട സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിൻസി അത്യാവശ്യം ഞങ്ങളെ പരിചയപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് വലിയ ഒരു പരിചയപ്പെടുത്തലിലേക്ക് ഇനി പോകുന്നില്ല. സ്തോത്രം. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജെയിംസ് പാസ്റ്റർ, ഇവിടെയുള്ള ദൈവമക്കൾ, പ്രത്യേകിച്ച് ഞാൻ വളരെ സഹോദര തുല്യമായി പിതാവ് സ്ഥാനമാണോ സഹോദര സ്ഥാനമാണോ എന്നെനിക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ വലിയ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു കുടുംബമാണ്, ഒരു വ്യക്തിയാണ് ജോൺ ഡേവിഡ് അങ്കിള്. അദ്ദേഹത്തിൻ്റെ 2013 ഈ ദേശത്തിൽ ഞാൻ വന്ന സമയത്ത് അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, അദ്ദേഹം ഇരുന്ന സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ടുള്ള അവസരം അന്ന് തുടങ്ങി. ആ കുടുംബവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം, അതിനുശേഷം ഞങ്ങളുടെ കൂടെ അദ്ദേഹം വന്ന് താമസിച്ചിട്ടുണ്ട്. മിഷനുമായുള്ള ബന്ധത്തിൽ പല ഇടങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകിയ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ, അത് ഷെയർ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ ശക്തമായി ഉപയോഗിക്കുന്ന പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കുവാനും അത് കോർഡിനേറ്റ് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മെയിൻ സിറ്റികളിലൊക്കെ അത്തരത്തിലുള്ള സുവിശേഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ ലീഡേഴ്സിന് വേണ്ടിയുള്ള പ്രത്യേക മീറ്റിങ്ങുകൾ ക്രമീകരിക്കുകയും അസാധാരണമായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയും ആ മീറ്റിങ്ങുകളിൽ ഉണ്ടായി. തിരുവനന്തപുരം സിറ്റിയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ വലിയ ധാരാളം ദൈവദാസന്മാരെ പങ്കെടുത്തു. ഞാൻ തിരുവനന്തപുരത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പലപ്പോഴും അതിൽ പങ്കെടുത്ത പലരെയും കാണുമ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട്, ഇനി അങ്ങനെയുള്ളൊരു മീറ്റിംഗ് ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച്. സ്തോത്രം. അങ്ങനെ വലിയൊരു ബന്ധം ഈ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അതിനപ്പുറം സ്തോത്രം, ഞങ്ങളുടെ ആത്മീയമായ കാര്യങ്ങളിലും ഒരു മെൻറ്റർ എന്ന പോലെ അല്ലെങ്കിൽ ഒരു മെൻറ്ററായി ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉപദേശിക്കുവാൻ, ഞങ്ങളുടെ ഗൈഡ് ചെയ്യുവാൻ, ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ആത്മീയമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭൗതിക കാര്യങ്ങളിലൊക്കെ ദൈവം ഉപയോഗിച്ച ഒരു കുടുംബമാണ്. കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും വളരെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾക്കായിരിക്കാൻ ലഭിച്ച അവസരം നന്ദിയോടെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പുകൾക്കായി ദൈവത്തിന് മഹത്വം കൊടുക്കുകയും നൽകിയ ഈ അവസരത്തിനായിട്ട് ഈ സഭയോടും കർത്താവിൻ്റെ ദാസനോടുമുള്ള നന്ദി പ്രാരംഭത്തിൽ ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചു, ഇത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി അതെങ്കിൽ എയർ ചെയ്യുന്നുണ്ട്. സ്തോത്രം. ഓൺലൈൻ വഴി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. സമയത്തിൻ്റെ പരിമിതികൾ നമുക്ക് ഉണ്ട്. എന്നാൽ ഉള്ള സമയത്ത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവിൻ്റെ വചന ധ്യാനത്തിലൂടെയും ആരാധനയിലൂടെയൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. അത് നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. 23 വർഷത്തോളം കൊല്ലം സിറ്റിയുടെ ഒരു ഭാഗമായ കടവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരുന്നു. 5 വർഷത്തോളം ജോലിയോടുള്ള ബന്ധത്തിൽ ഡൽഹിയിലായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ നൽകി. ജോലി ചെയ്യുന്നതിനോടൊപ്പം ഒരു എക്സ്പോർട്ട് കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കുവാൻ കർത്താവ് ആ സമയങ്ങളിടയാക്കി. എന്നാൽ ദൈവം വളരെ കൃത്യമായ ആവശ്യത്തെ, ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ പോകേണ്ട ആവശ്യത്തെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് നേരിട്ട് ദൈവം നൽകിയതുകൊണ്ട് ഒരു പ്രവാചകനും ഒരിക്കൽ പോലും എൻ്റെ തലയിൽ കൈവച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണം എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം വളരെ ശക്തമായി ആ കാര്യത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഉപജീവന വഴികളൊക്കെ ഉപേക്ഷിച്ച് 1993 ഞാൻ നാട്ടിലേക്ക് വന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള അവസരങ്ങൾ കർത്താവ് നൽകി. അതിനുശേഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു
പെന്തക്കോസ്തുകാർ വിശ്വാസികൾ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കണം എന്നുള്ളത്. അങ്ങനെ ഉള്ള ഒരു സ്ഥലമായിരുന്നു കടവൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വിശ്വാസികൾ ആരും ഉണ്ടായിരുന്നില്ല, പെന്തക്കോസ് ചർച്ചുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ദൈവം അയച്ചു. അവിടെ ഞങ്ങൾ പോകുമ്പോൾ ഏതാണ്ട് 150 പേരോളം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മ കർത്താവ് തന്നു. വളരെ വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അവിടുത്തെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് നേരിട്ടു. എങ്കിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് കരുതി ആ ദേശത്തിൽ ഞങ്ങളെ സൂക്ഷിച്ചു. ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തി. 23 വർഷം പിന്നിട്ടപ്പോൾ അവിടെ നിന്ന് ദോഹയ്ക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫറായി. അവിടെ നിന്ന് ഞങ്ങൾക്ക് അവിടുത്തെ കാലാവധി കഴിഞ്ഞ ശേഷം 5.5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമായിട്ട് പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ടൗണിൽ കർത്താവിൻ്റെ വേലയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പ്രവർത്തനങ്ങളായിരിക്കുന്നു. ഒരു മാസത്തേക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഹ്യൂസ്റ്റണിൽ അദ്ദേഹം ഒരു പുതിയ വീട് വാങ്ങിച്ചു. അതിൻ്റെ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വിളിക്കുകയും അങ്ങനെ ഒരുമിച്ച് 12 വർഷം കഴിഞ്ഞല്ലോ. എന്നാൽ 13 ഞാൻ വന്നതാണ്. എന്നാൽ വരാം എന്ന് ചിന്തിച്ചപ്പോഴാണ് പെരുമ്പാവൂരൊരു സഭാ ഹോളിൻ്റെ ആവശ്യം. അവിടെ വസ്തു വാങ്ങി സഭാ ഹോളൊക്കെ പണി തുടങ്ങിയെങ്കിലും അവിടെ നാട്ടുകാരൊക്കെ എതിർപ്പായി. അതവസാനം പോലീസ് കേസും കോടതി കേസും ഒക്കെ ആയി. അവസാനം RD ഓഫീസിൽ എഴുതി വെപ്പിച്ചു, ഇവിടെ കെട്ടിടം പണിതാലും ആ ബിൽഡിങ്ങിൽ വെച്ച് ആരാധന നടത്തില്ല എന്ന് അവിടെ ഒഫീഷ്യലി നമ്മൾ എഴുതി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഏതാണ്ട് 30,000 രൂപ 30,000 rupees നമ്മൾ റെൻറ്റ് കൊടുത്താണ് വർഷങ്ങൾ കൊണ്ട് ആ സ്ഥലത്ത് ആരാധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആരാധനാ സ്ഥലം ഉണ്ടാകേണ്ട ആവശ്യകത ബോധ്യപ്പെട്ടതുകൊണ്ട് ആ കാര്യവുമായിട്ടും കൂടെ ഞങ്ങൾക്ക് ഈ യാത്ര ഞങ്ങൾക്ക് ചിന്തിച്ച് വരുവാനിടയായത് നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനത്തിൽ നിന്ന് നാം കേൾക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിൽ നമ്മളെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതലുകളെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ആരാധന നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അവസരം കർത്താവ് നൽകി. ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പുകളും കരുതലുകളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. Romans chapter 5 verse 2 and 3. എന്നറിഞ്ഞ് 4-ാം വാക്യം കൂടെ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. റോമാലേഖനത്തിൽ 3-4 അധ്യായങ്ങൾ ഈ നീതീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നീതീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ, 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നീതീകരണത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നത്. ഏതാണ്ട് 5 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഈ അധ്യായത്തിൽ പറയുന്നത് 1, ദൈവത്തോടുള്ള നമ്മുടെ സമാധാനമാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ അതാണ് നമുക്ക് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനാൽ നമുക്ക് നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം ഉള്ള ഒരു ബന്ധം നമുക്കുണ്ടാകുന്നു. 2ാമത് നീതീകരണത്തിലൂടെ നടക്കുന്നത് 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് കൃപയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. 3ാമത്തത് 2-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, തേജസ്സിൻ്റെ പ്രത്യാശയിൽ നമുക്ക് പ്രശംസിക്കാൻ അഥവാ സന്തോഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നീതീകരണത്തിൻ്റെ ഫലമായിട്ട്. 3ാമതായിട്ട് പറയുന്നത് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നതിനെക്കുറിച്ചാണ്. അത് 3-ാം വാക്യത്തിൽ നമുക്ക് കാണാം. 11-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ദൈവത്തിലുള്ള പ്രശംസ അഥവാ ദൈവത്തിലുള്ള നമ്മുടെ സന്തോഷത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് 10 ഫലങ്ങൾ കുറിച്ച് ഇത് പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ തന്നെ, ഈ ലേഖനത്തിൽ തന്നെ. എന്നാൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 1-2-3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ ദൈവത്തിലുള്ള നീതീകരണം ദൈവത്തിൻ്റെ കൃപയാലും കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്താലും ദൈവത്തിൻ്റെ കരുണയാലുമാണ് നമ്മുടെ ജീവിതത്തിൽ അത് സാധ്യമാക്കിയത്.
നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്തോത്രം, സാധ്യതകൾ, അനുഗ്രഹങ്ങൾ അത് വലുതാണ്. നമ്മുടെ ചിന്തകൾക്ക് നാം ഒരുപക്ഷെ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതിന് അതീതമാണ്. കർത്താവ് നീതീകരിച്ചത് മുഖാന്തരം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ള അനുഗ്രഹങ്ങൾ എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. അപ്പം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഈ കൃപ മുഖാന്തരമാണ് ലഭിക്കുന്നത്. ആരാണ് ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ രക്ഷയോട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച കൃപ? നമ്മൾ ദൈവത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല അത് നമുക്ക് ലഭിച്ചത്. എന്നാൽ തുടർന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കൃപ അധികമായിട്ട് ലഭിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം താഴ്മയുള്ളവരായിരിക്കുകയെന്നാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് താഴ്മയുള്ളവർക്കാണ് ദൈവം ധാരാളം കൃപ കൊടുക്കുന്നത്. നാം അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നമ്മെ തന്നെ ഉയർത്തുന്ന, നമ്മെ തന്നെ ബോസ്റ്റ് ചെയ്യുന്ന, നമ്മളെ തന്നെ ഇങ്ങനെ പ്രശംസിക്കുന്ന ധാരാളം ചിന്തകൾ അല്ലെങ്കിൽ മനോഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷേ അതൊക്കെ ദൈവത്തിൻ്റെ കൃപ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് തടസ്സമാണ്. നാം എത്രത്തോളം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായി തീരുന്നോ അവിടെ മാത്രമാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായി അറിയുവാൻ, അനുഭവിക്കാൻ കഴിയുന്നത്. ചിലർ താഴ്മയുടെ വാക്കുകൾ പറഞ്ഞ് ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ ഞാൻ ഏഴയാണ്, പുഴുവാണ്, കൃപയാണ്, ഇങ്ങനെ പൊടിയാണ്, ഇങ്ങനെ ഭൂമിയിലെ ചില നിസാരമായ വസ്തുക്കളോടോ ജന്തുക്കളോടോ ഒക്കെ നമ്മളെ ചേർത്ത് വെച്ച് അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്, ഞാൻ അതാണ്, ദൈവം എന്നെ സഹായിക്കണമെന്ന്. പക്ഷേ അങ്ങനെയുള്ള ചില വാക്കുകൾ കൊണ്ട് നമ്മൾ താഴ്മയുള്ളവരാണെന്ന് ദൈവത്തോട് നമുക്ക് അത് അറിയാൻ കഴിയില്ല. കാരണം നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ നമുക്ക് അത്തരത്തിൽ നമ്മുടെ താഴ്മയെ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ താഴ്മയെ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ മനോഭാവങ്ങളിലൂടെ വെളിപ്പെടേണ്ടതാണ്. ദൈവവചനം അർത്ഥമാക്കുന്ന താഴ്മ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നാം ആയിരിക്കുന്നതും നാം അനുഭവിക്കുന്ന സകല നന്മകളും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് ഈ താഴ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. നന്നായി പഠിച്ച് വലിയ ഡിഗ്രിയൊക്കെ നമ്മൾ അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ ഉന്നതമായ നിലയിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് എന്ന് നമുക്കൊരു പക്ഷേ പറയാൻ കഴിയാം. ആ കഷ്ടപ്പാടിന് തന്നെ പറയുന്നതിൽ തന്നെ ഞാൻ ഒത്തിരി, അല്ലെങ്കിൽ ദൈവം എനിക്ക്, അല്ലെങ്കിൽ ഒത്തിരി എനിക്ക് ബുദ്ധി മറ്റുള്ളവരിൽ നിന്നുണ്ടായത് കൊണ്ടാണ്, കഴിവുണ്ടായത് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് എത്ര നന്നായി പഠിച്ചാലും ആ എക്സാമിൻ്റെ ദിവസം നമുക്കൊരു അസുഖം വന്നാൽ മതി, നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. എത്ര നന്നായി വാഹനം ഓടിച്ചാലും നമ്മൾ അപകടരഹിതമായി നമ്മൾ വാഹനം ഓടിക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിട്ടാണ്. നമ്മൾ സൂക്ഷിച്ചോടിച്ചാലും നമുക്കെതിരെ വരുന്ന വാഹനം സൂക്ഷിക്കാതെ ഓടിച്ചാൽ മതി നമ്മൾ അപകടത്തിൽപ്പെടാൻ. നമ്മളെത്ര നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നോക്കിയാലും ആരോഗ്യം നോക്കണ്ടെന്നോ ശ്രദ്ധിച്ചോടിക്കേണ്ടെന്നോ ഒന്നുമല്ല എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മൾ ഇതിനകത്ത് വന്നത് പോലും ദൈവത്തിൻ്റെ കൃപയാണെന്ന് നാം ചിന്തിച്ചാൽ, നമ്മളെക്കാൾ ശക്തന്മാരും ആരോഗ്യമുള്ളവരും നല്ല ഭക്ഷണം കഴിച്ചവരും ഒക്കെ ഈ ലോകത്ത്, നമ്മളെക്കാൾ അറിവുള്ളവരൊക്കെ ഈ ലോകത്ത് ഓർമ്മയായി മാറിയപ്പോൾ, സ്തോത്രം, ഇന്നും ജീവനോടും ബലത്തോടും നാം ആയിരിക്കുന്നത് നമുക്കൊന്നും പ്രശംസിക്കാനില്ല. കർത്താവേ, നിൻ്റെ കൃപയൊന്നു മാത്രമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഓർക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ ധാരാളം ജീവിതത്തിൽ പിന്നെയും പകരുവാനിടയാകും. ഇതാണ് ദൈവം യഥാർത്ഥമായി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലിയ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലിയൊരു കാര്യം എന്നുള്ളത്. ദൈവത്തോടുള്ള നമ്മുടെ പ്രവേശനം, ദൈവത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം കൃപയാലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. അതിന് പ്രൈസ് ദി ലോർഡ്, ഒരു ചക്രവർത്തിയുടെയോ രാജാവിൻ്റെയോ മുൻപിൽ പ്രവേശനത്തിന് വേണ്ടിയുള്ള ഒരു വാക്ക് ആണ് യഥാർത്ഥത്തിൽ ഇവിടെയും ഉപയോഗിച്ചിരിക്കുക. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 18, 3, 12 വാക്യങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് അവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ചക്രവർത്തിയുടെയോ രാജാവിൻ്റെയോ മുൻപിൽ നമുക്ക് ലഭിക്കുന്ന പ്രവേശനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് യഥാർത്ഥത്തിൽ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് ഇത് കപ്പലുകളൊക്കെ അടുക്കുന്നതിന് തുറമുഖത്തിന് ഈ വാക്ക്, തുറമുഖം എന്നുള്ള വാക്കിന് ഈ പദം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ രാജാവിൻ്റെ അടുക്കലോ ഒരു വലിയ ഉന്നതനായ ഒരാളിൻ്റെ അടുക്കലോ ഈസിയായി നമുക്ക് പ്രവേശനമില്ല. നമ്മളെ ആരെങ്കിലും അവിടെ ഇൻട്രഡ്യൂസ് ചെയ്തെങ്കിലേ നമുക്കൊരു ആക്സസ് അവിടെ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ അവിടെ ചെല്ലുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് അവിടെ മുൻകൂട്ടി അറിയണം.
ഞങ്ങളൊരാവശ്യത്തിന് മിനിസ്ട്രിയുടെ അടുക്കൽ പോകേണ്ടി വന്നിട്ടുണ്ട്. കളക്ടറുടെ അടുക്കൽ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം ചർച്ച ചെയ്യാനായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 7 പേരാണ് അവിടെയൊക്കെ പോയത്. പക്ഷേ 8 പേരെയൊന്നും അവിടെ കയറ്റിയില്ല. എല്ലാം പല കാര്യങ്ങളും വലിയ റോളൊക്കെ വഹിക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ അവിടെ കയറ്റിയില്ല. പർപ്പസ് അവിടെ പറയണം. അപ്പോൾ തന്നെ അവർ പറയും ഇത്ര പേർക്ക് മാത്രം അകത്ത് കയറിയാൽ മതി. അങ്ങനെ അവരുടെ അടുക്കലൊന്നും നമുക്ക് ഈസിയായിട്ട് പ്രവേശനം ഇല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഈ ലോകത്തിലെ തത്വങ്ങൾ നിന്ന് മനസ്സിലാക്കണം. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ അടുക്കലുള്ള നമ്മുടെ പ്രവേശനം ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പഴയ നിയമ ഭക്തൻ ദൈവത്തിൻ്റെ അടുക്കൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകാനായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവന് കഴിയില്ല. കാരണം അത് കേട്ടുകേഴ്വി മാത്രമാണ് അവന്. വർഷത്തിലൊരിക്കൽ മാത്രം ഈ ജനത്തിന് വേണ്ടി സ്വന്തം പാപത്തിൻ്റെ പരിഹാരം വരുത്തി അതിനുശേഷം ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യാഗരക്തവുമായി ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകാൻ ഒരു മഹാപുരോഹിതന് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അവിടെ ചെന്ന് അവിടെ ഉള്ള അനുഭവിച്ച കാര്യങ്ങളോ അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ചോ ഒക്കെ പുറത്തു വന്ന് ആരോടെങ്കിലും ഷെയർ ചെയ്താൽ അവരിലൂടെ മാത്രമാണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന് മോശ മുഖാന്തരം എഴുതി വെച്ച ന്യായപ്രമാണത്തിലൂടെയുള്ള അറിവുകൾ മാത്രമായിരുന്നു ആ സ്ഥലത്തെക്കുറിച്ച് ജനത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളോ ആരാധനകളോ നേരിട്ട് ആ സ്ഥലത്ത് കടന്നുപോയി ഒരിക്കലും അർപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. തൽമൂദുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ബൈബിളിലില്ല എങ്കിലും മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ അരയിൽ ഒരു ചങ്ങല കെട്ടിയിരിക്കുമെന്നും അവൻ ഏതെങ്കിലും കാരണവശാൽ അശുദ്ധി കൊണ്ടാണ് അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളതെങ്കിൽ അശുദ്ധി നിമിത്തം ആ അതിപരിശുദ്ധ സ്ഥലത്ത് അവൻ മരിച്ചു വീഴാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ മരിച്ചു വീണാൽ ആർക്കും അകത്ത് കയറി എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവരെ ചങ്ങലയ്ക്ക് വലിച്ച് പുറത്തേക്ക് ഇടാൻ വേണ്ടി അവൻ്റെ അരയിലൊരു ചങ്ങല കെട്ടിയിരുന്നു എന്നും തൽമൂദിൽ ഉണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത്ര ഭയത്തോടെയായിരുന്നു അതിപരിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നത്. ഒരിക്കൽ പോലും ആ സ്ഥലത്ത് ആർക്കും പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, മഹാപുരോഹിതൻ ഒഴിച്ച്. അവിടെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പുതിയ നിയമ വിശ്വാസികളായിരുന്ന നമ്മളെ പല ജാതികളിൽ ദൈവങ്ങളല്ലാത്തവയെ ആരാധിച്ചിരുന്ന നമ്മുടെ പൂർവികരെ, നമ്മളൊന്നും യഹൂദന്മാരുടെ മക്കളൊന്നുമല്ല. അപ്പോൾ പൂർവികരൊക്കെ ദൈവങ്ങളല്ലാത്തവയെ ആരാധിച്ചു വരുന്നവരുടെ ഒരു തലമുറ, അല്ലെങ്കിൽ സ്തോത്രം, ഇന്ന് യഹൂദന്മാരൊഴികെ ബാക്കിയുള്ള എല്ലാ ജാതികളിൽ നിന്നും ദൈവം, ജീവനുള്ള ദൈവത്തെ ആ സാന്നിധ്യത്തിലേക്ക് അടുത്ത് ചെന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയാൻ, ആ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ആരാധിക്കാൻ നമുക്ക് ലഭിച്ച പദവി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, ആ കാര്യങ്ങൾ നമ്മൾ പഴയ നിയമ പശ്ചാത്തലത്തിൽ ഓർക്കുമ്പോഴാണ് ഇന്ന് എനിക്കേത് സമയത്തും എവിടെ വച്ചും എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും എൻ്റെ ദൈവസന്നിധിയിൽ ആരാധിക്കാനും എനിക്ക് ലഭിച്ചിരിക്കുന്ന പദവി എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയുന്നത്. സ്തോത്രം. ഈ ലോകത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. പക്ഷേ ആ ദൈവങ്ങളുടെ അടുക്കലൊക്കെ പോകാൻ പ്രത്യേക സമയങ്ങളുണ്ട്. മനുഷ്യ ദൈവങ്ങളുണ്ട്, അവരുടെ അടുക്കൽ എല്ലാവർക്കും ആക്സസ് ഇല്ല. അവരുടെ അടുക്കൽ പോകണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം. മറ്റൊന്ന് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അവർക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്തിന്ന് നമുക്ക് ഏത് സമയത്തും ഏത് രാത്രിയിലും, ബെഡ്റൂമിലാകട്ടെ, നമ്മുടെ കാറിനകത്താകട്ടെ, ഫ്ലൈറ്റിലിരിക്കുമ്പോഴാകട്ടെ, ട്രെയിനിലിരിക്കുമ്പോഴാകട്ടെ, എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാൻ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം അതെത്ര വലുതാണ്. ആ അവകാശം നമുക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. യഹൂദന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ആ ചിന്ത അല്ലെങ്കിൽ ആ അവകാശം എന്നുള്ളത്. പക്ഷേ ദൈവം നമുക്ക് കൃപയാൽ അത് നൽകി. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ്, നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് സ്ഥലത്തും ദൈവത്തെ സ്തുതിക്കാൻ, ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കാൻ, എവിടെയായിരുന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവം അവകാശം തന്നിരിക്കുന്നത്.
9ാം ക്ലാസ്സിൽ ഒരനുഭവം കൂടെ ഞാൻ പറഞ്ഞ് ഞാൻ ഈ ഭാഗത്ത് 1-2 കാര്യം ഓർപ്പിച്ച് വേഗം എൻ്റെ വാക്ക് ചുരുക്കാം. 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ സമയത്ത് ദൈവത്തിൻ്റെ ഒരു കരുതലിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയം വെക്കേഷന് തമിഴ്നാട്ടിലുള്ള എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭവനത്തിൽ വെക്കേഷൻ അന്ന് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ഒരു ശീലം ഉണ്ടായതുകൊണ്ട് അങ്ങനെ അവിടെ പോയി വെക്കേഷൻ സമയത്ത്. അപ്പം ട്രെയിനിനകത്താണ് അന്ന് യാത്ര ചെയ്ത് അങ്ങോട്ട് പോയത്. തിരിച്ചിങ്ങോട്ട് ഒറ്റയ്ക്ക് ആ കൊച്ചു പ്രായത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് വലിയ ആളാകാനുള്ള ഒരു ആഗ്രഹം കൊണ്ടുമൊക്കെ എന്ത് ചെയ്തു, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പുനലൂർ ആണ് ട്രെയിൻ വരേണ്ടത്. അവിടെ നിന്നാണ് ഞാൻ വീട്ടിലേക്ക് പോകേണ്ടത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. അങ്ങനെ പക്ഷേ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ആ ട്രെയിന് അവിടെ പ്ലാറ്റ്ഫോമിൽ വന്നു. ഞങ്ങൾ അല്പം ലേറ്റായി. അതുകൊണ്ട് ഓടി അവർ പറഞ്ഞു ഒരു കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കോച്ചിൽ എന്നെ കയറ്റി. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയാണ്. അവിടെ ഇങ്ങനെ അകത്ത് കയറിയിരുന്നു. ട്രെയിൻ മുന്നോട്ട് മൂവ് ചെയ്തു. അടുത്തിരിക്കുന്ന ആളിനോട് ഞാൻ ചോദിച്ചു, ട്രെയിൻ പുനലൂർ വഴി കൊല്ലത്തിന് പോകുന്നതല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇത് കൊല്ലത്തിന് പോകത്തില്ല, ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ നിങ്ങൾ കയറിയിരിക്കുന്ന ഈ ബോഗി അങ്ങോട്ട് പോകുന്നതല്ല, ഇത് ചെങ്കോട്ട ചെന്നിട്ട് ഇത് മുറിച്ച് തിരുനെൽവേലിക്ക് പോകുന്നതാണ്. ഇതിൻ്റെ മുൻപിലുള്ള കോച്ചുകളാണ് അവിടെ പോകുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. കാരണം ഭാഷ ശരിക്കറിയത്തില്ല, റൂട്ട് അറിയത്തില്ല, കൊച്ചു പ്രായം. ഞാൻ വല്ലാതെ പേടിച്ചിട്ട് ട്രെയിൻ എവിടെ ഒരിടത്ത് സ്റ്റോപ്പായപ്പോൾ നിന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി മറ്റൊരു ബോഗിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ട്രെയിൻ മൂവ് ചെയ്തു. അതൊരു സ്റ്റേഷനല്ലായിരുന്നു. പക്ഷേ തിരിച്ചെന്നാൽ ഓടി ഇറങ്ങി ആ ബോഗിയിൽ കയറാമെന്ന് വിചാരിച്ചപ്പോൾ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. എനിക്ക് അവസാനം ഒരിടത്ത് പിടികിട്ടി. ആ ബോഗിയുടെ ഡോറ് അടഞ്ഞു കിടക്കുകയാണ്. എനിക്ക് അകത്തേക്ക് കയറാൻ ഒക്കുന്നില്ല. അങ്ങനെ ഞാൻ ആ ഡോറിൽ ഇങ്ങനെ കമ്പിയിൽ തൂങ്ങി കിടക്കുകയാണ്. ഷോൾഡറിലൊരു ബാഗുണ്ട്. ഏത് നിമിഷവും അത് താഴെ വീഴുന്ന ഒരു സ്ഥിതിയിലേക്ക്, കൈ വേദനിച്ചിട്ട് വീഴുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഞാനവിടെ കിടന്ന് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ കുറവുകളൊക്കെ ഏറ്റുപറയുകയും എൻ്റെ ആ കൊച്ചു മനസ്സിൽ നിന്ന് എന്തൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ പെട്ടെന്ന് ആ ട്രെയിൻ നിന്നു. അതും ഒരു സിഗ്നൽ കിട്ടാതെ പെട്ടെന്ന് ട്രെയിൻ നിന്നിട്ട് ഞാൻ ഓടി വേറെടുത്ത് കയറി അവസാനം ചെങ്കോട്ടെ ചെന്നു. ആ വണ്ടിക്ക് ഒക്കെ മാറി കയറി നാട്ടിലെത്തി. പക്ഷേ ഒറ്റയ്ക്ക് വന്ന സംഭവത്തിന് വീട്ടിൽ വഴക്ക് പറഞ്ഞതുകൊണ്ട് ഇനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാ നടപടിയുടെ മറ്റൊരു ലെവലിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് ഞാനിതൊന്നും പറഞ്ഞില്ല, ലോകത്തിൽ ആരോടും പറഞ്ഞില്ല, രഹസ്യമാക്കി വെച്ചു. 1993 1993 ഞാൻ ദൈവവചനം പഠിക്കുന്നതിന് മുൻപ് കോളേജിലേക്ക് പോകുന്നതിന് മുൻപ് ചില ദിവസങ്ങൾ ഫാസ്റ്റിങ്ങിലിരുന്നു. അന്ന് ഒരു ദൈവദാസൻ എൻ്റെ തലയെ കൈവച്ച് പറഞ്ഞു, ഇത്ര വർഷത്തിന് മുൻപ് ഒരു ട്രെയിനിൽ നിന്ന് നീ വീണ് മരിക്കേണ്ട ഇടത്ത് നിന്നെ സംരക്ഷിച്ചത് എൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്. ലോകത്തിലൊരു മനുഷ്യനും അറിയാതെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച ആ അത്യാഹിതം സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ സ്തോത്രം, എന്നെ സംരക്ഷിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നുള്ളത് ഞാൻ അപ്പോഴാണ് സിഗ്നൽ കിട്ടാതെ, അല്ലെങ്കിൽ അവിടെ സിഗ്നൽ കിട്ടാതെ ട്രെയിൻ ഇട്ടതും ട്രെയിൻ പോയതും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ട്രെയിനിൻ്റെ കമ്പിയിൽ കിടന്ന് ആരും കാണാനില്ലാത്ത ഇടത്തും എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ അവകാശം ലഭിച്ചു എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ എത്ര വലിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ കൃപയിലേക്കുള്ള പ്രവേശനം ദൈവത്തിൻ്റെ മക്കളെ കർത്താവ് നമുക്ക് നൽകി. ഈ പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം. വി റിജോയ്സ് ഇൻ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഈ ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ പ്രത്യാശയിൽ സന്തോഷിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. ഭാവി പ്രത്യാശയിൽ നമുക്ക് സന്തോഷിക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയണം എങ്കിൽ സ്തോത്രം, നമ്മൾ നാളെ ആരായി തീരും എന്ന ബോധ്യം ആത്മാവിൽ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. ഈ ലോകത്തിലെ ഭൗതിക നേട്ടങ്ങൾ, നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ, വലിയൊരു ജോലി കിട്ടാൻ പോകുന്നു, വലിയൊരു വീട് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ വലിയൊരു പൊസിഷൻ കിട്ടാൻ പോകുന്നു, ഇതിനൊക്കെ നമുക്ക് സന്തോഷം തോന്നും. പക്ഷേ
ദൈവദീക കാര്യങ്ങൾ, സ്വർഗത്തിലെ പ്രതിഫലത്തെക്കുറിച്ച് ഇപ്പം നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ, സ്വർഗത്തെക്കുറിച്ചോ സ്വർഗത്തിലെ അനുഭവങ്ങളെക്കുറിച്ചോ ഇപ്പം സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ അതൊരു ആത്മീയന് മാത്രമേ കഴിയത്തുള്ളൂ. കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം നമുക്ക് നൽകിയത് അറിയാനായിട്ട് ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവികമായ വിഷയങ്ങൾ എന്തും അറിയുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അത് ബോധ്യപ്പെടുത്തി തന്നെങ്കിലേ ഒക്കുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ കർത്താവിൻ്റെ വചനം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്നതുകൊണ്ടാണ്. ദൈവവചനത്തിലെ ഓരോ വാക്യങ്ങളും അവിശ്വാസികളായ എത്രയോ പേർക്ക് അത് ഇന്ന വാക്യം ഇന്നിടത്താണെന്ന് കാണാപ്പാടം അറിയാവുന്നവരുണ്ട്. ഡിബേറ്റുകൾക്കും പല കാര്യങ്ങൾക്കൊക്കെ നന്നായി ദൈവവചനം പഠിച്ചിരിക്കുന്നവരുണ്ട്. സ്തോത്രം. ജഡ്ജിമാരുണ്ട്, വക്കീലന്മാരുണ്ട്, വലിയ ഉന്നതന്മാരായ ആളുകളുണ്ട്. ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ ദൈവവചനത്തെക്കുറിച്ച് കാര്യമായ അറിവുണ്ടായിരുന്ന ആളാണ്. ഗിരിപ്രഭാഷണം ഏറെക്കുറെ കാണാപ്പാടം അറിയാവുന്ന ആളായിരുന്നു ഗാന്ധിജി എന്നാണ് പറയുന്നത്. സ്തോത്രം. പക്ഷേ ഞാൻ പറയുന്നത്, അവരാരും യേശുവിനെ ഒരു രക്ഷകനായി തിരിച്ചറിഞ്ഞില്ല. അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവർക്ക് ബോധ്യപ്പെടുത്തി നൽകിയില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗീയമായതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുന്നത് അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ഈ പ്രത്യാശയിൽ ഒരാൾക്ക് ഞാൻ സ്വർഗത്തിൽ എത്തും, ഞാൻ ആരായിത്തീരുമെന്നുള്ള ഭാവി, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യം, തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച 2 കൊരിന്ത്യർ 3:17-18 നമ്മൾ വായിക്കുന്ന പോലെ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച ഈ ദൈവിക വെളിപ്പാടുള്ളവർക്ക് മാത്രമേ നമുക്ക് ഭാവിയെക്കുറിച്ച്, നമ്മൾ നാളെ ക്രിസ്തുവിനെ പോലെ യേശുവിനെ പോലെ ആയിത്തീരുമെന്നുള്ള ആ സ്വർഗീയ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് സന്തോഷിക്കാൻ കഴിയുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്നവർ മാത്രമേ കഴിയത്തുള്ളൂ. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത്, ഈ അധ്യായത്തിൽ പറയുന്നത് കഷ്ടതയിൽ, നമ്മൾ നേരത്തെ സങ്കീർത്തനത്തിൽ നിന്ന് കേട്ടു, കഷ്ടതയിൽ നമ്മൾ സന്തോഷിക്കുന്നവരാകണമെന്നുള്ളതാണ്. 3-4 വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു. വി റിജോയ്സ് ഇൻ അവർ ട്രിബല്യൂഷൻസ്. നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നവരാകുക അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ ട്രിബല്യൂഷൻ എന്നുള്ള ആ പദം തന്നെ ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒരു തടിക്കഷ്ണം കൊണ്ട് ധാന്യം മെതിച്ച് അതിനെ കറ്റയിൽ നിന്ന് മെതിച്ച് വേർതിരിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ട്രിബല്യൂഷൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കറ്റ പഴയ ആളുകൾക്കൊക്കെ അറിയാത്തുള്ളൂ. കറ്റ മെതിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും ഊപ്പാട് വരും, അതിനെ തകർത്ത് ചതയ്ക്കും, അല്ലേ, കൊഴിക്കും ശരിക്കും, എന്നിലേ അതിലെ ധാന്യം അതിൽ നിന്ന് വേർതിരിഞ്ഞ് കളപ്പുരയിലേക്ക് മാറത്തുള്ളൂ. ഒരു ഗ്രേറ്റ് ട്രിബല്യൂഷൻ ഇനി വരാൻ പോകുന്ന വെളിപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. പക്ഷേ ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളുടെ എല്ലാം പിന്നിൽ അതൊരു പർപ്പസ്ഫുള്ളാണ്. ദൈവത്തിനൊരു ഡിവൈൻ പർപ്പസ് എപ്പോഴും അതിലുണ്ട്. ദൈവിക കാരണം അതിനുണ്ട്, ദൈവിക ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് കഷ്ടങ്ങളിൽ നമുക്ക് കർത്താവ് പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു കർത്താവ് അനുഭവിച്ച കഷ്ടങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. യേശുവിൻ്റെ ശരീരത്തേറ്റ മുറിവുകൾക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിനെല്ലാം ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിലും വരുന്ന സകല കഷ്ടങ്ങളിലും അതേ ഒരു ദൈവിക ഉദ്ദേശമുണ്ടായിരുന്നു. സ്തോത്രം. 1989 സ്തോത്രം, 90-ലാണ് എൻ്റെ തൊണ്ടയ്ക്ക് ഒരു ട്യൂമർ വന്നത്. 3 ഓപ്പറേഷൻ അതിന് ചെയ്തു, സർജറി ചെയ്തു, പക്ഷേ സൗഖ്യമായില്ല. പക്ഷേ ഇന്നെനിക്ക് തിരിച്ച് പറയാൻ കഴിയുന്ന കാര്യം, 3 വർഷം കൊണ്ട് ക്യാൻസറാണോ മറ്റെന്തെങ്കിലും അസുഖമാണോ അതൊന്നുമല്ല. പക്ഷേ എന്താണെന്ന് ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്കിന്ന് തിരിഞ്ഞു നോക്കിയാൽ പറയാൻ കഴിയും, ഈ പുസ്തകമെടുക്കാൻ കാരണമായി തീർന്നത് എൻ്റെ ആ കഷ്ടങ്ങളായിരുന്നു. ജീവിതത്തിൽ ആ ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങൾക്കെല്ലാം ഒരു പർപ്പസുണ്ട്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവിക ഉദ്ദേശങ്ങൾ അതിലുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളെല്ലാം നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ജീവിതത്തിലേത് കഷ്ടങ്ങളാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ച കഷ്ടങ്ങളാണ് നമ്മളെ പ്രാർത്ഥനാ മനുഷ്യരാക്കിയത്, നമ്മളെ വിശുദ്ധരാക്കിയത്, സഹിഷ്ണുതയുള്ളവരാക്കി മാറ്റിയത്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. ഇന്ന് ഈ രാവിലെ സമയം ആത്മാവിൽ എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുള്ളത്,
നമുക്ക് ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളിലും നമുക്ക് പ്രശംസിക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയുന്നത്. മറ്റുള്ളവർ നമ്മളെ ഏൽപ്പിക്കുന്ന മുറിവുകളോ വേദനകളോ ഒക്കെ അവരോട് നമുക്ക് അല്പം പോലും കയ്പുണ്ടാകേണ്ട കാര്യമില്ല. കാരണം ആ കഷ്ടങ്ങൾക്ക് ചിലരെ ദൈവം ഉപയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സകലത്തിനും പിന്നിൽ, ഒറ്റപ്പെടുന്നതിൻ്റെ പിന്നിൽ, വേദനയ്ക്ക് പിന്നിൽ, രോഗങ്ങളുടെ പിന്നിൽ, താഴ്ചകളുടെ പിന്നിൽ, അപമാനങ്ങളുടെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അതിൻ്റെ നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവം ശക്തനാണെന്ന് പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ കഴിയൂ. ഞാനെൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, വാക്കുകൾ ചുരുക്കുന്നൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവിൽ സന്തോഷിക്കുവാൻ. ഹല്ലേലൂയ. അവസാനം 11-ാം വാക്യം പറയുന്നു, ദൈവത്തിൽ സന്തോഷിക്കുന്നവരാകണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് ദൈവത്തിൽ ഹല്ലേലൂയ സന്തോഷിക്കുവാൻ, ഹല്ലേലൂയ കഷ്ടങ്ങൾ സന്തോഷിക്കുവാൻ, നമുക്ക് വരാനിരിക്കുന്ന ആ ഭാവിയിൽ സ്വർഗത്തിൽ പ്രത്യാശയിൽ നമുക്ക് സന്തോഷിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ദൈവം പകരട്ടെ എന്ന് പറഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. അവസരം തന്ന സഭയോട്, കർത്താവിൻ്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു.